വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ത്യയിലിന് പറയാനുള്ളത്. ലോകത്തിലെ ഇപ്പോൾ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ സ്വർണ്ണവില എന്താണെന്നുള്ളതും പറയേണ്ടിയിരിക്കുന്നു. വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം. ലോകത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ പറയാം, എന്നിട്ട് ഗോൾഡിലേക്ക് വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അത് ഇനി സെപ്പറേറ്റ് വീഡിയോ ചിലപ്പം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഡിസംബറിൽ ചെയ്യാം, ചിലപ്പോൾ അതിന് മുമ്പ് ചിലപ്പോൾ ചെയ്തില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തലുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അത് ഒരു പ്രത്യേക ഒരു ഇതൊന്നുമില്ല. അപ്പോൾ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഒരുപാട് 2000 കണക്കിന് വീഡിയോസ്, യുദ്ധത്തിൻ്റെ വീഡിയോസ് ഇന്ത്യയിൽ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓരോ സമയം ഇന്ത്യയിൽ അതിൻ്റെ ഓരോ ലെവലിലായിരിക്കും വീഡിയോസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ആദ്യം പറയട്ടെ, ലോകത്ത് എത്രയും പെട്ടെന്ന് സമാധാനം എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ നൽകുന്നത്. ഹിസ്ബുള്ള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇതിലേക്ക് കടന്നു എന്നാണ് പറഞ്ഞത്. എവിടേക്ക്? ലെബനോൻ്റെ ടെറിട്ടറിയിലേക്ക് ഇസ്രായേൽ കടന്നു എന്നാണ് പറഞ്ഞത്. ഗ്രൗണ്ട് ഒഫൻസീവ് തുടങ്ങി എന്നാണ് പറയുന്നത്. ഹിസ്ബുള്ള ഇപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പറയുന്നത്. ക്രോസ്ഡ് ടെറിട്ടറി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ക്രോസ് ചെയ്തിട്ടില്ല. ആ അവകാശവാദം തെറ്റാണെന്നാണ് ഡിനൈ ചെയ്തിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളൊക്കെ, ചില ഉള്ളിലൂടെ കിട്ടുന്ന ചില റിപ്പോർട്ടുകളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ടുകൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ലേറ്റ് ഹവേഴ്സിൽ ഭയങ്കരമായ രീതിയിലുള്ള ഫൈറ്റിങ് നടന്നിട്ടുണ്ട് എന്നാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും അതിൽ നല്ല റെസിസ്റ്റൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇസ്രായേൽ അങ്ങോട്ട് കടക്കാൻ നോക്കിയപ്പോൾ ഫിയസ് ഫൈറ്റിംഗ് ആ ഭാഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ലെബനീസ് പ്രൈം മിനിസ്റ്റർ പറയുന്നത് ഒരു ഡേഞ്ചറസ് ഫേസിലൂടെയാണ് ലെബനോൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയിൽ തന്നെ നോക്കുമ്പോൾ എന്നുള്ള നിലക്കാണ്. ഗാസയിലെ മരണസംഖ്യ 41,638 മാറിയിട്ടുണ്ട്. റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കാഷ്വാലിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. പോളണ്ട് ബ്യൂററ്റിലെ എംബസിയിലുള്ള സ്റ്റാഫുകളുടെ എണ്ണം കുറക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ബാങ്ക് ഇവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത്, പോളണ്ട് സ്റ്റാഫുകളെ ബ്യൂററ്റ് എംബസിയിൽ കുറക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ട് എല്ലാ സ്റ്റാഫിനെയും വലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ അവിടെ ശ്രദ്ധിച്ചത്. അവിടെ ഒരു TV ചാനലിന് നേരെ അറ്റാക്ക് പോയിട്ടുണ്ട് ലെബനോനിലെ. അത് ഹിസ്ബുള്ള അതിനെയൊക്കെ അപലപിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ലേറ്റ് അവേഴ്സ് ഓഫ് ലാസ്റ്റ് നൈറ്റിൽ ഫിയേഴ്സ് ഫൈറ്റിങ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് അങ്ങോട്ട് കടന്നിട്ടുണ്ടെന്നും ഹിസ്ബുള്ള പറയുന്നത് ക്രോസ് ചെയ്ത് ലെബനൻ ടെറിട്ടറിയിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് പറയുന്നത്. ഹസൻ നസ്രല്ല ഫ്രൈഡേ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ. പക്ഷേ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ മൊത്തം എന്തായിട്ടില്ല, തരിപ്പണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ലെബനീസ് സോൾജേഴ്സ് അല്ല, ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ഈ ഒരു ഇങ്ങോട്ട് കടക്കുന്നതിനെ തടുക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. ചില റെയ്ഡുകളൊക്കെ ഇസ്രായേൽ അതിൻ്റെ ഇടയ്ക്ക് യുദ്ധവിമാനങ്ങൾ വെച്ച് നടത്തുന്നുണ്ട്, ആകാശത്തു കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. റഷ്യ അതിനെ അപലപിച്ചിട്ടുണ്ട്. സ്പെയിനും പറയുന്നത് ഇതൊക്കെ ഹാൾട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്രെംലിൻ ഇതിനെ അപലപിച്ചേക്കുകയാണ്. റഷ്യ സ്വിസ് എയർ എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഉണ്ടല്ലോ, അത് ടെലവീവിക്കും ബ്യൂററ്റിലേക്കുള്ളതൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അത് എക്സ്റ്റൻഷൻ കൂട്ടിയിട്ടുണ്ട്. അത് ഇനി അങ്ങോട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടാണ് അവർ വിടുള്ളൂ. ഫ്രാൻസിൻ്റെ ഹെലികോപ്റ്റർ കരിയർ മെഡിറ്ററേനിയൻ സീയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മെഡിറ്ററേനിയൻ സീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്ത്, ലെബനോനും അതേപോലെ തന്നെ ഇസ്രായേലും ഒക്കെ അമേരിക്കൻ്റെ ബ്രോക്കറേജിൽ അവിടുന്ന് ഗ്യാസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഡീലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചായപ്പോഴത്തേക്കാണ് ഈ ഹമാസിൻ്റെ October 7 അറ്റാക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ അടുത്ത ഒക്ടോബറിൽ കടന്നിട്ടുണ്ട്, അറിയാമല്ലോ. October 1 October 7 സംഭവം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൊല്ലമായി പോയി നിന്നിട്ടില്ല. നെബുലസിലൊരു പലസ്തീനിയൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൻ്റെ ഹെലികോപ്റ്റർ കരിയറിൽ മെഡിറ്ററേനിയനിൽ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഫോറിൻ പേഴ്സണൽസിനൊക്കെ എവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെബനോനിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രശ്നത്തിലാണുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വരട്ടെ. ഇതാണ് ലോക കാര്യങ്ങൾ ഇന്ത്യയിൽ പറയാനുള്ളത് ഈ ഒരു മണിക്കൂറിൽ വരുന്നത്. ഇനി ഗോൾഡിൻ്റെ കാര്യം പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും മറ്റുള്ളതൊക്കെ ആയിട്ട് തന്നെ ഗോൾഡ് എന്തായിട്ടുണ്ട്,
ഉയർന്നിട്ടുണ്ട്. ഗോൾഡ് ഞാൻ പറഞ്ഞതാണ് ഉയരുന്നത്. അപ്പോൾ നേരത്തെ കുറച്ച് 280 രൂപ കൂടിയേക്കാവുന്ന നില ഉണ്ടായിരുന്നു, അപ്പോൾ അതില്ല. അപ്പോൾ 240 രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയുള്ള 56,400 ഇപ്പം തന്നെ ഗോൾഡിനുണ്ട്. ഇനിയും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമാവുകയാണെങ്കിൽ അത് കൂടും. എത്രയും പെട്ടെന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാകട്ടെ.